വചനമൊഴി മെയ് 21. വചനഭാഗം കൊളോസോസ് 3:5-11, യോഹന്നാന്റെ സുവിശേഷം 3:1-8. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഫരീശയരിൽ നിക്കോദേമോസ് എന്നു പേരുള്ള ഒരു യഹൂദ പ്രമാണിയുണ്ടായിരുന്നു. അവൻ രാത്രി ഈശോയുടെ അടുത്ത് വന്നു പറഞ്ഞു, റബി, അങ്ങ് ദൈവത്തിൽ നിന്നു വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും അങ്ങ് ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. ഈശോ അവനോട് പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. നിക്കോദേമോസ് അവനോട് ചോദിച്ചു, പ്രായമായൊരു മനുഷ്യന് എങ്ങനെ ജനിക്കാൻ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവൻ ജനിക്കാൻ കഴിയുമോ? ഈശോ പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. നിങ്ങൾ വീണ്ടും ജനിക്കണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് വിസ്മയിക്കേണ്ട. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏതു വ്യക്തിയും. ഈശോയിൽ സ്നേഹമുള്ളവരെ, നിക്കോദേമോസ് എന്ന ഒരു യഹൂദ പ്രമാണി ഈശോയുടെ പക്കൽ രാത്രിയിൽ കടന്നു വരുന്ന കാര്യമാണ് നാം ശ്രവിച്ചത്. യഹൂദന്മാരോടുള്ള ഭയനിമിത്തമായിരിക്കാം നിക്കോദേമോസ് രാത്രിയിൽ കടന്നു വരുന്നു. ഈശോയെക്കുറിച്ച് ശരിയായ അറിവും അവൻ്റെ പ്രവൃത്തികൾ കണ്ട് അവൻ ദൈവത്തിൽ നിന്നുള്ളവനാണ് എന്ന ബോധ്യവും ഉള്ള നിക്കോദേമോസ് ഈശോയുടെ പക്കൽ വരുന്നത്. എന്നാൽ നിക്കോദേമോസ് ഈശോയിലുള്ള വിശ്വാസം ഏറ്റു പറയുന്നില്ല. വീണ്ടും ജനിക്കുന്നതിന് തയ്യാറാകുന്നില്ല. വീണ്ടും ജനിക്കുക എന്ന് പറയുമ്പോൾ ഈശോയിലുള്ള വിശ്വാസത്തിൻ്റെ പ്രഘോഷണമാണ്. ആത്മാവിലും ജലത്താലും ജനിക്കുക എന്ന് പറയുന്നത് ഈശോയിലുള്ള വിശ്വാസത്തിൻ്റെ പ്രഘോഷണമാണ്. മാമോദീസ സ്വീകരിക്കുന്നതാണത്. ഈശോയെക്കുറിച്ച് അറിഞ്ഞിട്ടും ഈശോയുടെ പ്രവൃത്തികൾ കണ്ട് അവൻ ദൈവത്തിൽ നിന്നുള്ളവനാണ് എന്ന് ബോധ്യമായിട്ടും അവനുള്ള വിശ്വാസം പ്രഘോഷിക്കുന്നതിന് ഭയപ്പെടുന്ന നിക്കോദേമോസ രാത്രിയുടെ യാമങ്ങളിൽ കർത്താവിൻ്റെ പക്കൽ വരുന്നത്. ഈശോ നിക്കോദേമോസിനെ വിളിക്കുന്നത് അറിവിൻ്റെ തലത്തിൽ നിന്ന് വിശ്വാസത്തിൻ്റെ തലത്തിലേക്കുള്ളൊരു വളർച്ചയ്ക്ക് വേണ്ടിയാണ്. അറിവിൻ്റെ തലത്തിൽ നിന്നും പ്രഘോഷണത്തിൻ്റെ തലത്തിലേക്കുള്ളൊരു വളർച്ചയാണ് ക്രിസ്തീയ ശിഷ്യത്വം. ഈശോ അതിലേക്കാണ് നിക്കോദേമോസിനെ വിളിക്കുന്നത്, ആത്മാവിലും ജലത്താലും ജനിച്ച് മിശിഹായെ പ്രഘോഷിക്കുന്നവനായി മാറുവാനായിട്ട്. ഇന്ന് തിരുവചനത്തിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നതും അറിവിൻ്റെ തലത്തിൽ നിന്ന് പ്രഘോഷണത്തിൻ്റെ തലത്തിലേക്ക്, വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നവരും വിശ്വാസം പ്രഘോഷിക്കുന്നവരുമായി മാറുവാനുള്ള വിളിയാണ് തിരുവചനം നമുക്ക് നൽകുന്നത്. ഭയം കൂടാതെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ഈശോയ്ക്ക് സാക്ഷ്യം നൽകുന്നതിനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.